അവർ തന്നെ സംബന്ധിച്ചിട്ടുണ്ട്. സമാശ്വാസ തുകയായിട്ടുള്ള 2 ലക്ഷം രൂപ ഇതിനോടകം കേരളത്തിലെ സർക്കാർ കൊടുത്തിട്ടുണ്ട്. എവിടെയാണ് ആ സർക്കാർ തന്നത്? പ്രഖ്യാപനം മാത്രമേ നടന്നുള്ളൂ. നമസ്കാരം. കുറുന്തീനികളെന്ന 7 ദുർമൂർത്തികളുടെ ബാധ മൂലം യുവത്വം നഷ്ടപ്പെടുന്നതിനെയാണ് കുറുന്തീനിപ്പാട്ടെന്ന കലാരൂപത്തിൽ പറയുന്നത്. പിണിയാളെ ചെമ്പുപാത്രത്തിലിരുത്തി ബാധയകറ്റുന്ന ഒരു ഉച്ചാടനമുണ്ട്. ഇതുപോലെ ചില മാർക്സിസ്റ്റ് ദുർമൂർത്തികളുടെ ബാധ മൂലം യുവത്വം നഷ്ടപ്പെട്ടു പോയ ചില ചാനൽ ചാവേറുകളുണ്ട് നമ്മുടെ നാട്ടിൽ. ഇവറ്റകളെ ചെമ്പുപാത്രത്തിൽ ഇരുത്തുന്നതിന് പകരം ചാനൽ ഫ്ലോറിലിരുത്തി ദീനം മാറ്റിവിടുന്നതാണ് ശരിയായ പോംവഴി. സർക്കാരിൻ്റെ മഹത്വം പറയാൻ നട്ടാൽ കിളിർക്കാത്ത നുണ പറയുന്ന ഒരുത്തനെ അനുഭവസ്ഥരായ ദമ്പതികൾ ഇരുത്തി മൂടിയ കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടത്. ശസ്ത്രക്രിയയ്ക്കിടെ കത്രിക വയറ്റിൽ കുടുങ്ങിയതോടെ ഹർഷന എന്ന സ്ത്രീ അനുഭവിച്ച വേദനയും ദുഃഖവും ചില്ലറയൊന്നുമല്ല. അവരെത്രയോ പരാതികൾ കൊടുത്തു, സമരം ചെയ്തു. എന്നിട്ടും സർക്കാർ കണ്ണു തുറന്നില്ല. പ്രതിഷേധം ശക്തമായപ്പോൾ ഗത്യന്തരമില്ലാതെ സമാശ്വാസമായി 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. ഞങ്ങളുടെ പട്ടിക്ക് പോലും വേണ്ട നിങ്ങളുടെ നക്കാപ്പിച്ച എന്ന് പറഞ്ഞ് ആ ദമ്പതികൾ അത് നിരസിച്ചു. ഇപ്പോഴും കേസുണ്ട്. സത്യമിതായിരിക്കെ യാതൊരു വിവരവുമില്ലാതെ വന്നിരുന്ന് തോൽക്ക് പൊക്കിയടിച്ചത് സർക്കാർ 2 ലക്ഷം രൂപ കൊടുത്തു, അത് അവർ തന്നെ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ്. കോൺഗ്രസ് പ്രതിനിധിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. അത് കേട്ടതോടെ മൈക്ക് അങ്ങോട്ടെടുത്ത് എവിടെടാ കാശ് മേടിച്ചത് എന്ന് ഹർഷിനയുടെ ഭർത്താവ് തലമണ്ടയ്ക്കടിക്കും പോലെ ഒരു ചോദ്യം അങ്ങ് ചോദിച്ചു. നിങ്ങളെ വൈഫിനാണ് ഇത് സംഭവിച്ചെങ്കിൽ ആ 2 ലക്ഷം വാങ്ങിയിട്ട് നിങ്ങൾ സോൾവ് ആക്കി വിടും. അതോടെ തോൽക്ക് ബ്ലിങ്കി. ഈ ചെറുപ്പക്കാരൻ്റെ ജീവിതം ഇങ്ങനെ തേഞ്ഞു തീരുകയാണല്ലോ. ആട് ചവണി കടിച്ച പോലെയാണ് ഈ ചെറുപ്പക്കാരൻ്റെ പ്രതികരണങ്ങളെല്ലാം. ഇനിയും തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് പുതുപ്പള്ളിയിൽ നിന്നും താമസം മാറ്റാൻ പോവുകയാണ് തോൽക്ക്. മുൾക്കിരീടമിതെന്തിനു തന്നു സ്വർഗസ്ഥനായ പിതാവേ എന്ന് പറഞ്ഞ പോലെ കണ്ണീർ വാർക്കുകയാണ് ഈ പാർട്ടിയിലെ യുവത്വമാകെ. കുറുന്തീനികളെപ്പോലെ പിണറായിയും ഗോവിന്ദനും ജയരാജന്മാരും ബേബിയും എല്ലാം കൂടി ചേർന്ന് ഇവറ്റകളെ തിന്നു തീർക്കുകയാണ്. ഈ ഡിവൈഎഫ്ഐക്കാർക്കും ഒരു ജീവിതം വേണമെന്ന ഒറ്റ ചിന്ത ഇവർക്കാർക്കുമില്ല. കുരുതിക്കുഴിഞ്ഞ കോഴികളെപ്പോലെ യുവത്വത്തെ തലക്കുഴിഞ്ഞ് വെച്ചിരിക്കുകയാണ് ഈ പാർട്ടി. തോൽക്കാൻ എനിക്ക് മനസ്സില്ല എന്ന വാശിയോടെ ജയിക്ക് നിലയുറപ്പിച്ചു. പൂമരനും പറഞ്ഞു എനിക്കിനി നാറാൻ വയ്യ. വസീഫിനെ കണ്ടാൽ ജനം ഓടുന്ന നിലയായി. പ്രതിപക്ഷ നേതാവിൻ്റെ വരെ മുട്ടുകാല് തല്ലിയൊടിക്കുന്ന പുള്ളിയാണ്. അന്തം അരുണനെ പറ്റി ആരും ചിന്തിക്കുന്നില്ല. വിരണ്ടോടിയ പശുവിൻ്റെ ഭാവമാണ് എപ്പോഴും. മൂക്കുകയറുള്ളത് കൊണ്ട് മാത്രം പിറ്റേന്നും പുല്ല് തിന്നാൻ വരും. എത്ര നാറിപ്പറിച്ച് ഓടിയാലും പിറ്റേന്ന് സന്ധ്യയ്ക്ക് കാടി മോന്താൻ എന്തെങ്കിലും ഒരു ചാനലുകളിൽ വന്നിരിക്കും. ഇവരൊക്കെ നാറുന്ന കാഴ്ചകൾ കൊണ്ട് മാത്രം അന്നം തേടുന്ന ട്രോളർമാരുണ്ട് നാട്ടിൽ. കമ്മ്യൂണിസം ദാരിദ്ര്യം തുടച്ചു നീക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. തൃക്കാക്കരയിൽ അരുണിന് ഒരു പൊടി മോഹമുണ്ടായിരുന്നു മുൻപ്. പക്ഷേ പി രാജീവും സ്വരാജും കൂടി ഒരു ഡോക്ടറെ സ്റ്റെതസ്കോപ്പ് അണിയിച്ച് ഓപ്പറേഷൻ തിയേറ്ററിൽ നിന്നും വേഷം കെട്ടിച്ച് കൊണ്ടുവന്ന് സ്ഥാനാർത്ഥിയാക്കി. അതിയാൻ്റെ ഓട്ടമായിരുന്നു ഓട്ടം. ഹൃദയത്തിൻ്റെ ഡോക്ടർ. ഫലം വന്നപ്പോൾ ഹൃദയാഘാതമുണ്ടാകാതിരിക്കാൻ ഏറെ പണിപ്പെട്ടു. അന്ന് അരുൺ പറഞ്ഞത് ഭർത്താവ് മരിച്ചാൽ ഭാര്യ എന്ന നിലയല്ല CPM-ൻ്റേത് എന്നായിരുന്നു. സെക്രട്ടറി സീറ്റ് ഭാര്യയ്ക്ക് ഒഴിഞ്ഞുകൊടുത്ത കാര്യം അറിഞ്ഞു അരുണെ. പുതുപ്പള്ളിയിൽ ചാണ്ടിയുമ്മനിറങ്ങിയപ്പോൾ പരിഹസിച്ചത് അപ്പന് ശേഷം മകൻ എന്നായിരുന്നു. അമ്മായിയപ്പൻ കഴിഞ്ഞ് മരുമകൻ എന്നതായി ഇപ്പോൾ പാർട്ടിയിലെ അവസ്ഥ. ഇക്കഴിഞ്ഞ 5 വർഷം ജയിക്കുന്ന ചെറുപ്പക്കാരൻ ഈ പാർട്ടിക്ക് വേണ്ടി എത്രമാത്രം ഊർജം ചെലവാക്കി. ഈ പാർട്ടിക്ക് തൊള്ളിയെങ്കിലും നന്ദിയുണ്ടെങ്കിൽ കൊള്ളാവുന്ന ഒരു സീറ്റ് കൊടുക്കില്ലേ? കേരളത്തിൽ പുതുപ്പള്ളി ഒഴിച്ച് എവിടെ നിന്നാലാണ് ജയിക്ക് ജയിക്കാത്തത്? സർക്കാരിൻ്റെ വികസനം മാത്രം പറഞ്ഞാൽ മതി. അപാര റേഞ്ചുള്ള ഒരു കക്ഷിയാണ് ഈ ചെറുപ്പക്കാരൻ. തോറ്റ് തോൽക്കായതാണ്. സഖാക്കൾ ജയിക്ക് ജയിക്ക് എന്ന് പറഞ്ഞ് മുദ്രാവാക്യം വിളിച്ചാൽ ജയിക്കുമോ? നിയമസഭയിലെത്തണമെങ്കിൽ വഴി ചോദിച്ചാൽ മതി. അകത്ത് കയറി സന്ദർശക ഗ്യാലറിയിൽ ഇരിക്കാനും പറ്റും. പക്ഷേ MLA ആകണമെങ്കിൽ ജനത്തിൻ്റെ വോട്ട് വേണം. അതാണ് കിട്ടാൻ പാട്. കഴിഞ്ഞ തവണ ഗർഭിണിയായ ഭാര്യ ഇറക്കി വോട്ട് നേടാൻ ശ്രമിച്ചു. അതോടെ ശത്രുക്കൾ ട്രോളി വിട്ടു. അങ്ങനെ വീട്ടിൽ കയറി. മാസങ്ങൾക്ക് മുമ്പ് രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയത്തിൽ ഇയാൾ കത്തിക്കയറിയപ്പോഴാണ് അക്ഷരസ്ഫുടത എന്നൊരു സാധനം ഈ പഹയന് ഇല്ലെന്ന് മനസ്സിലായത്. അവശിഷ്ടം എന്ന് പറയാൻ അറിയില്ല, അവശിഷ്ടം എന്നേ പറയൂ. ഔദ്യോഗികം എന്ന് പറയാൻ അറിയില്ല, ഔദ്യോഗികം എന്നേ തിരിയൂ. മുഖ്യമന്ത്രിയുടെ മുഖത്ത് നോക്കി എടോ വിജയ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചതാണ് ജയിക്കിന് സഹിക്കാൻ കഴിയാതെ പോയത്. അന്ന് ജിൻഡോ ജോൺ വയറ് നിറച്ച് കൊടുത്തുവിട്ടു. ഒരർത്ഥത്തിൽ മുമ്പ് ചർച്ചകളിലും സംവാദങ്ങളിലും രാഹുലിന് പൂച്ചയെപ്പോലെ തട്ടിക്കളിക്കാനുള്ള ഒരു ചുണ്ടലി മാത്രമായിരുന്നു ജയിക്ക്. കാണാപ്പാടം പഠിച്ചതൊക്കെ വിക്ഷേപിക്കാമെന്നല്ലാതെ ഒരു സംവാദത്തിനും പറ്റിയ മെറിറ്റൊന്നും ഈ പുള്ളിക്ക് ഇല്ല. രാഷ്ട്രീയ ബോധം തീരെയില്ല. പുതുപ്പള്ളിയിലെ ഉപതെരഞ്ഞെടുപ്പ് കാലത്ത് തൊഴിലുറപ്പുകാർക്കിടയിൽ
ഒപ്പനയിലെ മണവാട്ടിയെ പോലെ നാണം കുടുങ്ങി നിൽക്കുന്നത് കണ്ടു. പൊതുജനത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴാണ് ജയിക്കും അരുണുമൊക്കെ മനുഷ്യർക്കൊപ്പം ഇടപെടാത്തതിൻ്റെ ജാള്യം മനസ്സിലാകുന്നത്. ഇതേ കുഴപ്പം സ്വരാജിനും MP രാജേഷിനുമുണ്ട്. എന്നാൽ റിയാസ് അല്പം കൂടി ഫ്ലെക്സിബിളാണ്. പിള്ളേർക്കൊപ്പം മടല് വെട്ടി പന്ത് കളിക്കാനും കുടുംബശ്രീക്കാർക്കൊപ്പം കൈകോർത്ത് നൃത്തം ചെയ്യാനും സീപ്ലെയിനിൽ ബാലൻസ് ചെയ്തിരിക്കാനും പാരച്ചൂട്ടിൽ മേലോട്ടും കീഴോട്ടും പോകാനുമെല്ലാം മിടുക്കനാണ് റിയാസ്. വെറുതെയാണോ പിണറായി ആ പുള്ളിയെ ജാമാതാവാക്കിയത്? കമ്മിക്കുട്ടന്മാരിൽ ഇനി ഒരിക്കൽ പോലും നിയമസഭയിലെത്താൻ സാധ്യതയില്ലാത്ത പൈതങ്ങളാണ് ജയിക്കും അരുണും സ്വരാജും വസീഫും ആർഷോയുമൊക്കെ. അൾട്ടിമേറ്റ് അന്തമായ K അനിൽകുമാർ ആകട്ടെ ജീവിതകാലം മുഴുവൻ ചാനലുകളിൽ വന്നിരുന്ന് ചൂണ്ടുവിരൽ ഉയർത്തി മൂക്കിൽ തൊട്ടും നോക്കൂ നോക്കൂ കേൾക്കൂ കേൾക്കൂ എന്ന് പറഞ്ഞും ഉരുവിട്ടിരിക്കുകയാണ്. ഓരോ ചാനൽ ചർച്ച കഴിയുമ്പോഴും എണ്ണി എണ്ണി കുറയുന്നിതായുസും എന്ന മട്ടിൽ ഇലക്ഷൻ വിപണിയിൽ വമ്പിച്ച വിലക്കിടിവിൽ ആർക്കും വേണ്ടാതെ കിടക്കുകയാണ്. ഇനി എത്ര കാലം കഴിയണം ഒരു പഞ്ചായത്ത് മെമ്പറെങ്കിലും ആകാൻ ഇവർക്കൊക്കെ? അപ്പോഴേക്കും ഈ പാർട്ടിയെ പിണറായി വിജയനും ഗോവിന്ദനും കൂടി പനമ്പായയിൽ കെട്ടി പൊതിഞ്ഞിട്ടുണ്ടാകും ചുടുകാട്ടിലെറിയാൻ.